യുവാക്കളെ ലഹരിക്കെതിരെ അണിനിരത്തുന്ന നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. യുവാക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹിക മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ലഹരി കടത്തുകാർക്കും ദുരുപയോഗത്തിനുമെതിരെ കർശന നടപടിയാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. आज हम सभी जिस अभियान के साक्षी बन रहे हैं वो अभियान व्यक्ति के लिए है, परिवार के लिए है, समाज के लिए भी है और सबसे बड़ी बात है ये राष्ट्र के लिए है. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിനെതിരായ 100 ആഴ്ച നീണ്ടുനിൽക്കുന്ന രാജ്യവ്യാപകമായ ജൻഭാഗിദാരി ക്യാമ്പയിന്റെ തുടക്കമാണിത്. രാജ്യത്തുടനീളമുള്ള 10,000-ലധികം സ്ഥലങ്ങളിൽ നിന്നുള്ള യുവാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. മൈ ഭാരത് വോളണ്ടിയർമാർ, മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ, യൂത്ത് ക്ലബ്ബുകൾ, സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, NGOകൾ, മറ്റ് യുവജന വിഭാഗങ്ങൾ, 125-ലധികം ആത്മീയ സംഘടനകൾ എന്നിവയും വെർച്വലായി പരിപാടിയിൽ പങ്കെടുത്തു. മയക്കുമരുന്ന് രഹിത സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ അവബോധം സൃഷ്ടിക്കാനും പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി രാജ്യമെമ്പാടും എല്ലാ ഞായറാഴ്ചകളിലും ഈ ക്യാമ്പയിന് കീഴിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. കായിക പരിപാടികൾ, വാക്കത്തോണുകൾ, ധ്യാന സെഷനുകൾ, സാംസ്കാരിക പരിപാടികൾ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, നാടകങ്ങൾ, ചർച്ചാവേദികൾ, കലാമത്സരങ്ങൾ, കമ്മ്യൂണിറ്റി ഇടപെടൽ പരിപാടികൾ എന്നിവ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ യുവാക്കളെ പ്രചോദിപ്പിക്കുകയും നല്ല സാമൂഹിക മാറ്റത്തിന്റെ അംബാസഡർമാരാക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.